എന്നെ ചേട്ടാ എന്താ ഇത്? ഇന്നലെ സ്റ്റേറ്റ്സിൽ നിന്നൊരു ഫോൺ വന്നപ്പോ തൊട്ട് നിങ്ങൾ ഈ നിപ്പാണല്ലോ. എന്താ കാര്യം പറ. ഞാൻ എത്ര നേരമായി ചോദിക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. മോനെ എന്ത് പറ്റിയടാ? എടാ 20 വർഷമായി ഞാനിവിടെ തുപ്പിച്ചോർന്ന് ജീവിക്കണ്. എന്താണെന്ന് എന്നോട് പറഞ്ഞു. ഞാനെങ്ങനെ പറയാൻ കുട്ടപ്പിള്ളേ? എന്താണ് ഇവിടെ ഞങ്ങൾ വരാൻ പറഞ്ഞ എന്താണ്? എന്റെ പൊന്നു ചേട്ടാ എനിക്ക് അറിയത്തില്ല. ഇന്നലെ ഒരു സ്റ്റേറ്റ്സിൽ നിന്ന് ആ ജലജയുടെ ഫോൺ വന്നപ്പോ തൊട്ട് ഈ നിപ്പ. എന്താ ചേട്ടാ ചേട്ടൻ എന്ത് പറ്റി? എന്താ സംഭവിച്ചെന്നാ ഞാൻ ഇന്നലെ തൊട്ട് ചോദിക്കുന്ന. എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എല്ലാവരും ആത്മസംയമനം പാലിക്കണം. ആരും പൊട്ടിപ്പോരുത്. എന്നെ പോലെ എല്ലാരും ധൈര്യം സംഭരിച്ചു. എന്താണ് ചേട്ടാ തുറന്നു പറ. എന്താണ്? അമേരിക്കയിലെ ജലജ ജലജക്കൊന്നും പറ്റിയിട്ടില്ല. ജലജ അമേരിക്കയിൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ അച്ഛൻ മരിച്ചു. ബോഡി കൊണ്ട് ഇപ്പൊ വരും. ജലജ ബോഡി കൊണ്ട് പാർസലായിട്ട് അയച്ചിട്ടുണ്ട്. ഞാനങ്ങനെ സഹിക്കോടാ. ഇത് കാട്ടില്ല ചേട്ടാ. നെഞ്ചത്തുണ്ടെന്ന് വെച്ചാൽ കുട്ടമ്പിള്ള ചേട്ടാ മാറ്റി തരണം. ചേട്ടാ ക്യാമറ വന്ന് മുടി അലമ്പുണ്ടാക്കല്ലേ. മനുഷ്യനാണ് മരിക്കും. ഹലോ, ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തിട്ട്. ശരി എന്നാ ഓക്കെ. ഏതാ വൈഫാനാണ്? ഇത് മരിച്ച വീടാ, ഇത് പെറ്റ വീടല്ലേ. കരയുമ്പോ ശരിക്കും കൊടുക്കാൻ കഴിഞ്ഞ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കും. 1 2 3 പറഞ്ഞു കേട്ടാ. 1 2 3 പറഞ്ഞിട്ട് എടുക്കും. നിങ്ങളുടെ ശരിക്കും ആരായത്? അല്ല, അത് നെഞ്ചിടിപ്പിന്റെ ഒരു ക്ലോസ് എടുത്താ. ഇത് അച്ഛനാണോ? ഞാനല്ലേ മോനാണ് ഏട്ടാ. വാടി വാടി അവരുടെ 2 ഫോട്ടോ എടുക്കണേട്ടാ. ഒടുക്കത്തെ മണോടി ചെയ്തിട്ടുണ്ട്.
ചാവണേന് മുമ്പ് വെള്ളം പോലും കൊടുത്തിട്ടില്ലാത്തവടാ. കള്ളക്കരച്ചിൽ കണ്ടപ്പാ എന്റെ എടുത്തിട്ടില്ലട്ടോ, എന്റെ എടുത്തിട്ടില്ലട്ടോ. ചേട്ടാ ചേട്ടാ സൈഡ് പോസ് എടുക്കണം. ഇതെന്താണ് കാണിക്കണിയാണ്? എന്താണ് ഈ കാണിക്കണ ചേട്ടാ? നല്ല ബോസിൽ കിട്ടാൻ വേണ്ടി എടുക്കണേടാ, എടുത്തോട്ടെ. അതെ, ജീവിച്ചിരിക്കുമ്പോ ഇത്ര നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ലടാ. അഭിനയിച്ച് ചങ്ക് കളിക്ക് പൊങ്ങിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മതി മതി, വൈകുന്നേരം തന്നെ കിട്ടൂലേ, വൈകുന്നേരം തന്നെ കിട്ടൂലേ. ചേട്ടാ ചേട്ടാ വലിയ സൈസ്, വലിയ സൈസ് എടാ. ആ നമ്മുടെ ഒരു ക്ലോസപ്പ് എടുത്തില്ലല്ലോ ചേട്ടാ. അയ്യോ അയ്യോ എനിക്ക് വയ്യേ. എന്താ അത്? എന്താ ചേട്ടാ അത്? കരയാൻ പറ്റ അപ്പന്റെ പോക്കറ്റ് അപ്പൻ അവസാനമായിട്ട് എന്തെങ്കിലും എഴുതി വെച്ചായിരിക്കും ചേട്ടാ. നോക്കട്ടേടാ. അമേരിക്കന്റെ ചില ലെറ്ററാണ്, ഞാൻ വായിക്കാം. പ്രിയമുള്ള ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഞാൻ അപ്പൻ്റെ ബോഡി അമേരിക്കയിൽ നിന്ന് പാഴ്സൽ അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കുറെ സാധനങ്ങളും അതോടൊപ്പം അയക്കുന്നുണ്ട്. ആക്രാന്തം കാണിക്കലേ. ആർക്കൊക്കെ ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടാ? എഴുതിയിട്ടുണ്ട്, എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന റൈബൻ ഗ്ലാസ് 1050 രൂപയുടെ ഗ്ലാസ്, കണ്ണാടി ഗ്ലാസ് എടുക്കാൻ വരട്ടെ. ആർക്കാന്ന് പറഞ്ഞിട്ട് ദിവാകരന്റെ ഭാര്യ സരളക്കാണ്. എടുത്തു, അടുത്ത് വായിക്കട്ടെ. ഇട്ടു മടങ്ങ്, വേഗം വേഗം വായിക്ക്. അച്ഛന്റെ പോക്കറ്റിലിട്ടിരുന്ന വെച്ചാ അക്കന്റെ കോട്ടിന്റെ വലത് പോക്കറ്റിൽ ഒരു 10 പവന്റെ മാല ഇരിപ്പുണ്ട്. സന്തോഷം. അച്ഛന്റെ വലത് പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ. അതായിരിക്കണം ഭാസ്കരന്റെ ഭാര്യക്ക്. അച്ഛന്റെ കാലിൽ കിടക്കുന്ന വുഡ്ലാൻഡ്സിന്റെ അമേരിക്കൻ ഷൂസ് 20,000 രൂപയുടെ ഷൂഫാണ്. അത് ദിവാകരന്റെ മകന്. കണ്ണട കിട്ടിയില്ലേ? വലിച്ചോണ്ടിരിക്കണ എങ്ങനെ? പറയാ കുട്ടപ്പിള്ള ചേട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ പാന്റിന്റെ സൈഡിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ആ സാധനം എടുത്ത് കുട്ടപ്പിള്ള ചേട്ടൻ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ എൻസൈക്ലോപീഡിയയുടെ നല്ലൊരു ബുക്ക്. സ്കൂളിലെ പടി പോലും കാണാത്ത എനിക്ക് എന്തിനാണ് ഈ പണ്ടാറ? അച്ഛനിട്ടിരിക്കുന്ന സൂട്ട്. ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ചേട്ടാ. ആയിരിക്കണം, ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ ഒരു തുള്ളി മരുന്നുണ്ട്. ഇത് അമേരിക്കയിൽ കണ്ടുപിടിച്ച അത്യപൂർവ മരുന്നാണ്.
ഇതിൽ നിന്ന് 2 തുള്ളി അച്ഛന്റെ മൂക്കിൽ ഒഴിച്ചാൽ അച്ഛൻ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ അച്ഛന് പറയാനുള്ള അവസാന വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാം. അച്ഛാ. ഞാൻ ഒഴിക്കട്ടെ അയ്യോ, ഒഴിക്ക് ഒഴിക്കട്ടെ? അച്ഛാ, ഒഴിക്ക് ഞാൻ, ഒഴിക്ക്. അച്ഛൻ അവസാനമായിട്ട് പറയാൻ എന്താണെന്ന് കേൾക്കാം. അയ്യോ 2 തുള്ളിയാട്ട കൂടി പോരുത്, അമേരിക്കക്കാരുടെ വരുന്നത്. അപ്പൊ ജീവിച്ചു അച്ഛൻ ജീവിച്ചടാ. അറിയാൻ പാടില്ലടാ. അച്ഛൻ കൊണ്ടുകൊടുക്കണ മറക്കാൻ വേണ്ടി. അയ്യോ അച്ഛാ. ഇതായിട്ട് എന്തിനാടാ ബാക്കി വെച്ചേക്കണ പട്ടികളെ? ഇത് വിറ്റാലും കിട്ടൂടാ. ഓ മുതലാളി പിന്നെയും പോയപ്പോ എല്ലാവരും കരച്ചിലൊക്കെ നിർത്ത്. എല്ലാവർക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? ഇനി വേറെ കാര്യം ഞാൻ പറയാം. ഇനി ഈ ശവ സംസ്കാരം നടത്താനുള്ള ചെലവ് ആര് ഏറ്റെടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഞാൻ ഫ്ലൈറ്റിൽ നാളെ അമേരിക്കക്ക് പോകണ്ടേ. ഞങ്ങൾ ഇന്ന് തന്നെ ബോംബെക്ക് പോവാ. അല്ല എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റൂല. 5 പൈസ ഞാൻ തരില്ല ഇതിന് വേണ്ടിട്ട്. എനിക്ക് നിർത്തി. എന്നോട് പറയണ്ട, ആ കാര്യം പറയണ്ട, ഒന്നും പറയണ്ട. നമുക്ക് വേണം. കട്ട്ലെസ് ജ്വല്ലറി അമേരിക്കയിൽ വെച്ച് നടന്ന മരണമായതുകൊണ്ട് ഈ ശവദാഹത്തിന്റെ എല്ലാ ചിലവുകളും സ്പോൺസർ ചെയ്യുന്നു കട്ട്ലെസ് ജ്വല്ലറി, ശവകോടികളുടെ വിശ്വസ്ത സ്ഥാപനം കട്ട്ലെസ് ജ്വല്ലറി.